മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ ധാരാളം കൽപ്പനകളുണ്ട്, ധാരാളം നിരോധനങ്ങളുണ്ട്. നിങ്ങൾ ഇന്നാലിന്നത് ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച് പിന്നത് ചെയ്യുക എന്നുള്ളത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കണം. കാരണം മുഅ്മിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഉഖ്റവിയായ ജീവിതമാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ഖൈർ എന്ന് പറഞ്ഞാൽ വളരെ മെച്ചമുള്ളത്, ഗുണമുള്ളത്, സ്വർഗം ലഭിക്കുന്നത് എന്നർത്ഥം. അത്തരത്തിൽ ഖൈറായത് ഉഖ്റവിയായ ജീവിതമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വ അബ്ഖാ മാത്രമല്ല, ഈ ദുനിയാവ് നശിച്ചു പോകും, ആഖിറമാണ് ബാക്കിയാകുന്നത് എന്ന അർത്ഥം കൂടി വിശുദ്ധമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ഖുർആൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നിരോധനകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം കൂടിയായതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളിൽ വെച്ചിട്ട്, നിരോധനകളിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് നേരിനെ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്ന മുഅ്മിൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആനിലെ 10 നിരോധനകൾ, നാം ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തിലെടുക്കുന്ന 10 നിരോധനകൾ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ നിരോധനം വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെടരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫസാദ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്ന ചില വിഭാഗം ആളുകളുണ്ട്. ദജ്ജാലീങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് ദജ്ജാലീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ രംഗപ്രവേശനം ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അടക്കം അത് ഗൗരവത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ധാരാളം ഫിത്ന നടത്തുന്ന ആളുകളുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന നമ്മളൊക്കെ പ്രാർത്ഥന ചെയ്യുന്ന, കാവലിനെ ചോദിക്കുന്ന ദജ്ജാൽ. എന്നാൽ ആ ദജ്ജാലിങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം കള്ളം പ്രചരിപ്പിക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന ദജ്ജാലിങ്ങൾ വരുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളൊരിക്കലും ഫാസിദീങ്ങളായിട്ടുള്ള, ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് പരാമർശിക്കപ്പെടുന്ന ആളുകളാകാൻ ഒരിക്കലും പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമാണ് വേണ്ടത്, ഫസാദല്ല. ലാ തുഫ്സിദൂ ഫിൽ അർദ്, അതാണ് വിശുദ്ധമായ ആദം സന്തതികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഉപദേശം. രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ എന്നാണ്. കള്ളത്തെ സത്യമായിട്ട് നിങ്ങൾ ധരിപ്പിക്കാൻ പാടില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. സത്യത്തോട് അസത്യത്തെ കൂട്ടിച്ചേർത്താൽ അത് അസത്യമായിട്ട് മാറും. അതുകൊണ്ട് സത്യം പ്യുവറായിരിക്കണം, സത്യം പൂർണ്ണമായിട്ടും 100% സത്യമായിരിക്കണം. സത്യത്തിൻ്റെ കൂടെ അസത്യം കലരുമ്പോൾ ആ സത്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടും, മൂല്യശോഷണം സംഭവിക്കും. മൂന്നാമത്തെ ഒരു നിരോധനം എന്ന് പറയുന്നത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ്. നിനക്ക് ബോധ്യമില്ലാത്ത, 100% ശരിയെന്ന് തോന്നാത്ത കാര്യമുണ്ടെങ്കിൽ അത് നീ ഒരിക്കലും ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിനക്ക് ഇൽമെന്ന് പറഞ്ഞാൽ 100% ബോധ്യമുള്ളത് എന്നാണ്. അങ്ങനത്തെ ഒരു കാര്യം നിൻ്റെ അടുക്കലില്ലെങ്കിൽ അതിനെ നീ ഒരിക്കലും നിലപാടായി സ്വീകരിക്കരുത്. നമുക്ക് ബോധ്യമുള്ളതേ നമുക്ക് നിലപാടാകാൻ പാടില്ല. മറ്റുള്ളവൻ എന്തു പറയുന്നു അത് ഓൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നു എന്ന രൂപത്തിലാകരുത്. മറിച്ച് നമുക്ക് എല്ലുമുള്ളത്, നമുക്ക് ബോധ്യമുള്ളത് അത് വിട്ടിട്ട് ഒരിക്കലും കളിക്കാൻ പാടില്ല. നാലാമത്തെ നിരോധന എന്ന് പറയുന്നത് വലാ തംശി ഫിൽ അർദി മർഹ. ഭൂമിയിൽ ധിക്കാരികളായിട്ട് നിങ്ങൾ നടന്നു പോകരുത്, അഹങ്കാരികളായിട്ട് നടന്നു പോകരുത്. നമുക്കറിയാം, മുൻകാല നശിപ്പിക്കപ്പെട്ട ളാലിമീങ്ങളെ സംബന്ധിച്ചൊക്കെ വിശുദ്ധമായ ഖുർആനിലേക്ക് പറയുന്ന അവർ മുതകബ്ബിരീങ്ങളായിരുന്നു എന്നാണ്. മർഹൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്നവൻ എന്നർത്ഥം. ധിക്കാരം കാണിക്കുന്നവൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ. ഇങ്ങനെ ഒരിക്കലും ദുനിയാവിലൂടെ നമ്മൾ നടന്ന് സഞ്ചരിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ മനസ്സിൽ അത്തരത്തിലൊരു അഹങ്കാരത്തിന് കണിക വരാൻ പാടില്ല. അഞ്ചാമത്തത് ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. ഒരിക്കലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു പറയുക, കൊടുത്ത സമ്പത്തൊക്കെ എടുത്തു പറയുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, ഇങ്ങനത്തെ രൂപത്തിൽ ഒരിക്കലും നമ്മൾ സ്വതക്ക ചെയ്തുകൊണ്ട് ആ സ്വതക്കയെ ഒരിക്കലും ബാത്തിലാക്കാൻ പാടില്ല. സ്വതക്ക കൊടുത്തു എന്നിട്ട് ആ സ്വതക്ക കൊടുത്തത് ഏറ്റു പറയാം, ഞാൻ ഒരാൾക്ക് സ്വതക്ക കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ധർമ്മത്തെ നിങ്ങൾ ശൂന്യമാക്കി പോകരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ബാത്തിൽ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അന്യായമായിട്ട് മറ്റൊരാളെ പറ്റിച്ചുകൊണ്ടോ മറ്റൊരാളെ കബളിപ്പിച്ചുകൊണ്ടോ അവൻ്റെ സമ്പത്തിനെ തട്ടിയെടുത്തുകൊണ്ടോ നമ്മൾ ഒരിക്കലും നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ആ ഭക്ഷണം കൊടുക്കുന്ന കാലത്തോളം അവൻ കഴിക്കുന്നത് ഹറാമാണ്. ഹറാമിലായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ മരണം ആഖിബത്ത് മോശമായിരിക്കുമല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏഴാമത്തെ നിരോധന എന്ന് പറയുന്നത് ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ. ഒരാളും മറ്റൊരു സമുദായത്തിൽ നിന്നും ഒരാളും പരസ്പരം ഒരിക്കലും പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. ഒരു സമുദായം മറ്റൊരു സമുദായത്തിൽ നിന്നും പരിഹാസം നേരിടാൻ പാടില്ല. അങ്ങനെ ഒരു പരിഹാസം നേരിടുന്നത് മുഅ്മിനായ മനുഷ്യരുടെ, മുഅ്മിനായ സമുദായത്തിൻ്റെ അടയാളമല്ല. പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ അഭിമാനം പിച്ചു ചെയ്യുന്നതിന് സമാനമാണ്. ബഹുമാനപ്പെട്ട ഷഫീഉന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വരെ സൂചിപ്പിച്ച് വളരെ ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും നിങ്ങൾ പരിഹസിക്കരുത്.
മറ്റുള്ളവരെ കളിയാക്കരുത്, അവരുടെ അഭിമാനം പിച്ചു ചീന്തരുത് എന്ന്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 8ാമത്തെ കാര്യം വലാ യഅ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങൾ പരസ്പരം ഐബത്ത് പറയരുതേ. ഐബത്ത് പറഞ്ഞാൽ നന്മകളൊക്കെ ബാത്തിലായിപ്പം. പരദൂഷണം പറയാൻ പാടില്ല. ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 9ാമത്തെ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഒരിക്കലും തെറ്റായ കാര്യത്തിൽ സഹായിക്കാൻ പാടില്ല. തെറ്റിന് വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുക, കള്ളുടിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, ഹറാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുക, ഹറാമിന് ഏണി വെച്ച് കൊടുക്കുക, ഹറാമിന് വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുക, ഹറാമിന് വേണ്ടിയിട്ട് വസിയ്യത്ത് കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഹറാം തന്നെയാണ്. 10ാമത്തെ കാര്യം പോലെ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, ഒരിക്കലും നല്ലതിന് പകരം ചീത്തത് കൊണ്ട് മോശപ്പെട്ടത് കൊണ്ട് നിങ്ങൾ പകരമാക്കരുതേ. അത് പല നിലക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. നമ്മളൊരിക്കലും ഒരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഒരാൾ നല്ലത് പറഞ്ഞു തിരിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല. ഒരാൾ നല്ലത് തന്നു നമ്മൾ ചീത്തത് കൊടുക്കാൻ പാടില്ല. ഒരാൾ നല്ല ഒരു ക്വാളിറ്റിയുള്ളൊരു സാധനം തന്നാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ക്വാളിറ്റി നിലനിർത്തുന്നത് തന്നെയായിരിക്കണം. അയാളെ പറ്റിച്ചു കൊണ്ടുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല. ആ ജീവിതത്തിൽ എല്ലാ നിലക്കും പെടുന്നുണ്ട്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, അവരെ നമ്മൾ ഒരിക്കലും ദോഷം പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് ദോഷം കൊടുക്കുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് മാറാൻ പാടില്ല. എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഖബീസായ മോശത്തരം കാര്യം കൊണ്ട് നമ്മൾ നല്ല ചെയ്യുന്ന ആളുകളെ ഒരിക്കലും സമീപിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള നിരോധനകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിരോധനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് ഇസ്ലാം വരച്ചിട്ടുള്ള ആ സ്വർഗത്തിൻ്റെ വരയിലൂടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സ്വർഗത്തിൻ്റെ ആ നേരായ വഴിയിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. അല്ലാഹു സ്വർഗത്തിൻ്റെ നേരായ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സ്വാദിഖീങ്ങളായ ഹിദായത്ത് ലഭിച്ച മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.